പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. പവിക്കുട്ട, നമ്മളിന്ന് ഹോം മെയ്ഡ് ചാർക്കോൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ അടുക്കള സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഞാൻ കുറച്ച് ചിരട്ടയൊക്കെ അടുക്കിയ സൈഡിൽ നമ്മൾ ചിരട്ട വരുമല്ലോ ചെറിയത്, അപ്പോഴത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതെല്ലാം കൂടി എടുത്ത് നമ്മുടെ മുറ്റത്തേക്ക് ഇട്ടു. പിന്നെ അതിൽ നിന്ന് നല്ലത് നോക്കി നമുക്ക് എടുത്തിട്ട് നമുക്ക് ഹോം മെയ്ഡായിട്ട് ചാർക്കോളിൻ്റെ ഫേസ് പായ്ക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഫേസ് നീ നോക്ക്, വേറെ ഉണ്ടോ നോക്ക് അതിനകത്ത്. അതിങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് കളയാൻ പറ്റിയ ടൈപ്പ് ഉണ്ടോ നോക്ക്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നേ. കാണിച്ചേ. ഇത് നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം. തേങ്ങ ചിരണ്ടിയാൽ അതിൻ്റെ പകുതി അതിനകത്തിരിക്കും കേട്ടോ. ഞാൻ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങനെയാണ്, ഫുള്ളായിട്ടൊന്നും ഞാൻ ചിരണ്ടത്തില്ല. ഒരെണ്ണം മതി. ഇവർക്ക് എങ്ങനെ നോക്കി ഹായ് കൊടുത്തേ. ചോർച്ച് ഒഴിച്ചാൽ മതിയേ. അങ്ങനെയല്ല, ഫുള്ള് വെള്ളം ഒഴിച്ചോ, കറ്റാർവാഴയ്ക്ക് ഒഴിച്ചോ. അവിടെ നമ്മൾ ആ മൂല വെച്ചിട്ട് മൊത്തം മണ്ണ് ചെടി വെച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ചൂടാണ് കൈ, ചിലപ്പോൾ പൊള്ളിയേക്കാം, പണി കിട്ടാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് അണഞ്ഞു. ഇനി നമുക്കിതൊന്ന് തണുക്കണം. തണുക്കാതെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെരുവത്തിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇത്രയും കിട്ടിയിട്ടുള്ളൂ കേട്ടോ. 3 ചിരട്ട കത്തിച്ചിട്ട് നമുക്ക് ഇത്രയും പൊടിയേ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ, നല്ല. ഇനി ഇതിലേക്ക് നമുക്ക് തേനും അതുപോലെ തന്നെ സ്വല്പം നാരങ്ങ നീരോട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫേസിലോ കയ്യിലോ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നാരങ്ങ നീര് ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല. ഒരു 2 ഈ കുഞ്ഞു സ്പൂണിൽ ഒരു 2-3 സ്പൂണേ ഉള്ളൂ. തേൻ ചേർത്ത് കൊടുക്കാം. തേനാകുമ്പോഴത്തേക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. അത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അയ്യോ പവിക്കുട്ട, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10 മുതൽ 15 മിനിറ്റ് വരെ ഫേസിൽ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയാം. ഒത്തിരി വ്യത്യാസമുണ്ട്, ഒത്തിരി കേട്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. വെറുതെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട്
നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഫേസ് നല്ല ക്ലിയർ ആകും. അപ്പോൾ നമ്മൾ എന്ത് പായ്ക്ക് ഒക്കെ ഇട്ടാലും നമ്മൾ അതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഹോം മെയ്ഡ് ആവാൻ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം. എല്ലാവർക്കും നന്ദി.